ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ദുഃഖിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരികയാണ് അവരുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡാണ് ടോപ്പിക്. ഒന്ന് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരെ സ്വയം ഇവർക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം മിക്കവാറും പേർക്കും അറിയാം. അതായത് നിങ്ങൾ എത്ര തന്നെ മോശം അവസ്ഥയിലായാലും ആരെയും ചതിക്കത്തില്ല, ആരോടും കള്ളവും കാപട്യവും പറയത്തില്ല. അങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം നിങ്ങളെക്കുറിച്ച്. പക്ഷേ ഒരു മോശം സാഹചര്യം വന്നു, അപ്പോൾ ആൾക്കാർ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ചതിച്ചു, നിങ്ങൾ കള്ളം കാണിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള മോശം ആ ഒരു പേര് നിങ്ങൾക്ക് ലഭിച്ചു. കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തവരാണ്. പക്ഷേ ഒരു സമയം അങ്ങനൊരു സമയം വന്നു, മോശം സാഹചര്യം വന്നപ്പോൾ അങ്ങനൊരു സമയം വന്നു, ആൾക്കാരെല്ലാം നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിൽ ആൾക്കാർ കൂടുതലായിട്ട് സന്തോഷിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എല്ലാവരും നിങ്ങളുടെ ആ ഒരു ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കുന്ന, അതായത് നിങ്ങളുടെ ശത്രുക്കളെല്ലാം സന്തോഷിക്കുന്ന ആ ഒരവസ്ഥ. അതായത് ഒരു വ്യക്തിയുടെ മോശം സമയത്ത് ആ വ്യക്തിയെ കുറിച്ച് വളരെ മോശം രീതിയിലുള്ള സംസാരമായിരിക്കും അവർക്ക് കേൾക്കേണ്ടി വരുന്നത്. ആ ഒരു സമയം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്യാത്തവരാണ്, പക്ഷേ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയണ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മോശം സമയം ആകുമ്പോൾ അവരെ കുറച്ചും കൂടെ എങ്ങനെ വിഷമിപ്പിക്കാമെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ചില ആൾക്കാരുണ്ട് മോശം സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ മോശം സമയം മനസ്സിലാക്കി ആ ഒരു മോശം സമയത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി ചിലപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയില്ലോ എങ്കിലോ ഈ ഒരു വ്യക്തിയെ കരയിപ്പിക്കുക, അതുകൊണ്ട് ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരുടെ ആ ഒരു മോശം അവസ്ഥ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കും, എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോടാണ് പറയുന്നത്, ആ ദൈവമേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദൈവം കണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങ് എന്ന് പറഞ്ഞ് ദൈവത്തിനോടാണ് നിങ്ങളുടെ വിഷമങ്ങളും പരാതികളും പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മോശം സ്ഥിതി കുറച്ചും കൂടെ മോശമാക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും ഒരു വിരോധഭാവത്തോടെ നോക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് എനിക്കിതൊക്കെ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചു. ഒത്തിരി നിങ്ങൾ സഹിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം തെറ്റ് ചെയ്യാതെ തെറ്റ് കേൾക്കേണ്ട അവസ്ഥ വന്നു, മോശം പറയുന്ന ആൾക്കാരോട് പ്രതികരിക്കാതെ അത് കേട്ടോട് നിൽക്കേണ്ട അവസ്ഥ വന്നു നിങ്ങൾക്ക്. ആ സമയം നിങ്ങൾ ദൈവത്തിൻ്റെ നേർക്കാണ് നോക്കിയത്. ദൈവമേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ അവസ്ഥ, ഞാൻ എന്താണ് ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ നേർക്കാണ് നോക്കിയത്. ദൈവം ഒരാൾ വിചാരിച്ചാൽ മതി എൻ്റെ കൂടെ ന്യായം സംഭവിക്കാൻ, അങ്ങ് തന്നെ തീരുമാനിക്കണം, അങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ന്യായം ചെയ്യൂ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞത്. ഇവിടെ ഏത് വ്യക്തിക്കാണോ മനുഷ്യത്വം എന്താണെന്ന് അറിയാത്തത്, ആ വ്യക്തിക്ക് ഇനി മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ വ്യക്തി അത്രമാത്രം മനുഷ്യത്വം ഇല്ലാതെയാണ് നിങ്ങളോട് പെരുമാറിയത്. അപ്പോൾ അവർക്കും തിരിച്ച് അതേ അവസ്ഥയിൽ വരേണ്ടി വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരു വ്യക്തിക്ക് ഇവിടെ ആ ഒരു വേദന എന്താണെന്ന്. കാരണം ഒരു വ്യക്തി മോശം കർമ്മം ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല, കറങ്ങി തിരിഞ്ഞ് അവർക്കും അതേ സെയിം കർമ്മം അനുഭവിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് എപ്പോഴും ഈശ്വരൻ പറയുന്നത്, നല്ല കർമ്മം മാത്രം ചെയ്യൂ, നല്ല കർമ്മം ചെയ്താൽ നല്ലത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യാതെയാണ് ആ ഒരു തെറ്റിൻ്റെ ഫലം അനുഭവിച്ചത്. എന്നിട്ടും നിങ്ങൾക്ക് വളരെ മോശം രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇനി ഇവർക്കും അതേ സെയിം അവസ്ഥയിൽ വരുമ്പോൾ ഇവർക്ക് മനസ്സിലാകും അത്. ഇനി നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് നോക്കാം. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്, പക്ഷേ അതിന് പോലും ആരും ഇല്ലാത്ത അവസ്ഥ. അതായത് എന്നെ സഹായിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും എന്നെ പുറത്ത് കൊണ്ടുവന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആ ഒരവസ്ഥയില്ല, അപ്പോൾ പോലും ആരും വരാത്ത ഒരവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഫിനാൻഷ്യലായിട്ടുള്ള രീതിയിൽ ഒത്തിരി ലോസ് ഇവർക്ക് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സഡനായിട്ട് ഇവർക്കൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു നഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ ഇവരെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയിലാണിവർ.
ഇവിടെ ഏതോ ഒരു വ്യക്തി ഇങ്ങനെയാണ്, നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിൽ ഒത്തിരി സന്തോഷിച്ച ആളാണ് ഈ വ്യക്തി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. അത് നിങ്ങൾ എന്താണോ കർമ്മം ചെയ്തത് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള വാക്കും ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ അവർ അതേ അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്ത തെറ്റാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരെ ഇവർ പറഞ്ഞു, നിങ്ങളുടെ ആ മോശം അവസ്ഥയിൽ. പക്ഷേ ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ആ ഒരു സംഘർഷങ്ങളെന്ന് പറയുമ്പോൾ വളരെ വലിയൊരു സംഘർഷമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ വീക്ക് പോയിന്റിൽ എത്തിയിട്ടില്ല, സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ ഈ അവസ്ഥയിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ വീക്കിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സംഘർഷം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തുമാത്രം സംഘർഷം അനുഭവിച്ചു, അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ലേ ഒരു വ്യക്തിക്ക് പോലും ഇത് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന്. അപ്പോൾ ഇവർ എന്തുകൊണ്ട് ചിന്തിച്ചില്ല നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ ആക്കാൻ പാടില്ല എന്ന്? അപ്പോൾ ഇവർ ചിന്തിച്ചു? ഒരിക്കലും ചിന്തിച്ചില്ല. നിങ്ങളുടെ ആ ഒരു മോശം അവസ്ഥയിൽ കുറച്ചും കൂടെ നിങ്ങളെ എങ്ങനെ കരയിപ്പിക്കുക, എങ്ങനെ വിഷമിപ്പിക്കാമെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്ഥിതി വച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഡബിൾ ഗെയിം കളിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ ഒരു കാര്യം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വിഷമം നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് വിലപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ വലിയ ഒരു സങ്കടമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നത് എന്നാണ് റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി എന്ത് നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയാലും നിങ്ങൾ എങ്ങനെയെങ്കിലും ബാലൻസായി നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് നിങ്ങളോട് കാണിച്ച് വളരെ തെറ്റായി പോയി എന്നുള്ള തോന്നൽ ഇവർക്ക് ഉണ്ടാകുകയാണ്. പക്ഷേ അന്ന് ഇവർക്ക് ആ തോന്നൽ ഉണ്ടായില്ല, പക്ഷേ ഇന്ന് ഇവർക്ക് ആ തോന്നൽ ഉണ്ടാവുകയാണ്. ഈ വ്യക്തിയുടെ മേൽ നെഗറ്റിവിറ്റി ഇത്രമാത്രം വന്നിരിക്കുകയാണ്. ഇവരുടെ ഹൃദയം ഒന്ന് പറയുന്നു, ഇവരുടെ മനസ്സ് വേറൊന്ന് പറയുന്നു. ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഹൃദയം ഇവരോടൊന്ന് പറയും, മനസ്സ് വേറൊന്ന് പറയും. എന്നിട്ട് അതിൽ നിന്ന് കൺഫ്യൂഷൻ ആവുകയാണ്. ഇവരുടെ ആ ഒരു മനസ്സ് അത്രമാത്രം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ആ ഒരു നെഗറ്റിവിറ്റി ഇവരോട് പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള വഴിയാണ് ഇപ്പോൾ ഇവർ ശരിയായ വഴിയായി കണ്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവരുടെ ബുദ്ധി വിപരീതമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബുദ്ധി ഇങ്ങനെ വിപരീതമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ബുദ്ധി വളരെ ശരിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കുഴപ്പവും ഇവർക്ക് തോന്നുന്നില്ല. ഇവിടെ ഇവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വീണ്ടും ഫിനാൻഷ്യലായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട അവസ്ഥ വരും. കാരണം ഇവരുടെ നെഗറ്റീവ് തോട്ട് ഇവരോട് പറയുന്നത് നിങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്നല്ലേ. അപ്പോൾ വീണ്ടും ഇവർക്ക് ഫിനാൻഷ്യലായിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥ വരും. അതായത് ക്യാഷ് റിലേറ്റഡായിട്ട് ഇവർ എന്തെങ്കിലും ഒരു ഡീലിങ്ങിന് പോവും, അതിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ലോസ് ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു ലോസ് ഇവർക്ക് ഇവരുടെ ബുദ്ധിയുടെ ആധാരത്തിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രമേ ഇവർക്ക് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ. അതായത് ഇത്രയും നാൾ നല്ല ഫ്ലോയിൽ പോയ വണ്ടി പെട്ടെന്ന് സ്റ്റക്കാവുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ്. ഒരു വ്യക്തിയുടെ ആക്സിഡൻറ്റ് സ്വന്തം തെറ്റാലായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടായത്. പക്ഷേ ആ വ്യക്തി ആദ്യം ഓപ്പോസിറ്റുള്ള വ്യക്തിയായിരിക്കും പറയുന്നത് നിങ്ങൾ കാരണമാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന്. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി പറയും ഇല്ല ഞാനല്ല റോങ് സൈഡ് വന്നത്, നിങ്ങളാണ് റോങ് സൈഡ് വന്നതെന്ന്. പക്ഷേ അവരത് സമ്മതിക്കത്തില്ല, നിങ്ങൾ കാരണമാണ് എന്ന് പറയും. അതേപോലെ ഇവരുടെ തെറ്റ് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഭയങ്കരമായിട്ട് അഹങ്കാരം ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് പറയും ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ, മറ്റുള്ളവരെല്ലാം റോങ്, അങ്ങനെയായിരിക്കും എപ്പോഴും പറയുന്നത്. ഇവിടെ എന്തായാലും ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ഇവർക്ക് വീണ്ടും മോശം സ്ഥിതി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ദേഷ്യം, അതായത് ഒരാളോടുള്ള വൈരാഗ്യം, ആ ഒരു ചിന്ത ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വാശിക്കാണ് കൂടുതലായിട്ട് സ്ഥാനം കൊടുക്കുന്നത്. അല്ലാതെ നല്ലത് ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇവർ മെയിൽ പേഴ്സണാലിറ്റി ആണ് എങ്കിൽ ഇവരുടെ മുടികൾ നല്ല വളർന്നിട്ടുണ്ടാകും. പക്ഷേ ഇവർ മുന്നേക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇച്ചിരി മുടി വളർന്നാൽ പോലും പെട്ടെന്ന് പോയി കട്ട് ചെയ്യും, നല്ല കെയർ കോഷ്യസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ അങ്ങനെയൊന്നും അല്ല. സ്വന്തം കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ എപ്പോഴും ഇവരുടെ ആ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ മുഴുകി നടക്കുന്ന ഒരവസ്ഥ.
ഇവിടെ ഇവർ കുറച്ച് ഒന്ന് വീട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാരണം ഇവരുടെ ആ ഒരു വിഷമം കാരണം ഇവർക്ക് വീട്ടുകാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കുറച്ചൊന്ന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് സമാധാനമായിട്ടിരിക്കാം, അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കുറച്ച് സമയം. ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. കൂടാതെ ഇവരുടെ ആ ഒരു വഴിയാണ് ശരിയായിട്ടുള്ള വഴി എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ ആ ഒരു വാശി ഇതുവരെയും പോയിട്ടില്ല. എന്തായാലും എന്തെങ്കിലും വലിയ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ മാത്രമേ ഇവരെ അത്രമാത്രം ഒരു പശ്ചാത്താപം ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഇവർ ഈ ഒരു വാശിയിൽ തന്നെ നിൽക്കും. കാരണം ഇവരുടെ തെറ്റ് അംഗീകരിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഇവരുടെ ആ ഒരു തെറ്റ് ഇവർ ശരിയായിട്ടാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു കാര്യം സ്വന്തമാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് വാശിയോടുകൂടി മുന്നോട്ട് പോവുകയാണിവർ. ആ ഒരു കാര്യം തന്നെ ഇവരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് ആ ഒരു കാര്യം സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാം നേരെയാകുമെന്നാണ്. പക്ഷേ ഇവരെ മോശം കർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു കാര്യം തന്നെയായിരിക്കും. ഇവിടെ ഇവരുടെ ആ ഒരു സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ മോശം സ്ഥിതിയിലേക്ക് കൂടുതലായിട്ട് ഇഴുകി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മോശം സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഇവരുടെ ലൈഫിൽ ഉള്ള ആ ഒരു സ്ഥിതി ഇങ്ങനെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. വളരെ വലിയൊരു ലോസിലേക്കാണ് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇവരുടെ സ്ഥിതി വളരെ മോശമാണ്. പക്ഷേ ഇവർ എന്താണോ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നത്, അത് വീണ്ടും ഇവരെ വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സ്വന്തം ആ ഒരു കൊമ്പ് സ്വയം മുറിക്കുന്ന അവസ്ഥയില്ലേ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവസ്ഥ, അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഇപ്പോഴും ഇവരുടെ മൈൻഡ് പറയുന്നത് ശരിയാണ് എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്ര തന്നെ മോശം ടൈം നടന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള നല്ല സമയം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി കുടുംബം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമെങ്കിലും കുടുംബത്തിൻ്റെ നേർക്ക് ഇവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് കാരണം കുടുംബത്തിൻ്റെ സഹായം ഇവർ സ്വീകരിക്കാതെ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ ആ ഒരു ബുദ്ധി മോശം രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ നല്ല ആൾക്കാരെ പോലും മോശം ആൾക്കാരെന്നായിരിക്കും വിചാരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ കുടുംബത്തിലുള്ളവർ വരുമ്പോൾ അവരെ പോലും തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്ന ഈ വ്യക്തി. ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിലുള്ളവരുമായിട്ട് ഇവർ വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുടുംബത്തിലെ ആ ഒരു ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ അവിടെയും ഇവർക്കൊരു സപ്പോർട്ട് നഷ്ടമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ ആ ഒരു വിഷമം കണ്ടിട്ട് ആർക്കും ഇവരോടൊരു സിമ്പതി തോന്നത്തില്ല. കാരണം മറ്റൊരു വ്യക്തിയുടെ വിഷമത്തിൽ ഇവർ ഒത്തിരി വിഷമിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യാതെ അവരെ ഒത്തിരി വേദനിപ്പിച്ചതായിട്ടും ചിരിച്ചതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇവരോടിപ്പോൾ സിമ്പതി തോന്നുന്നില്ല. ഇവിടെ ചിലപ്പോൾ ഇവർ നിങ്ങളുടെ വിഷമത്തിൽ സെലിബ്രേഷൻ പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സിമ്പതി കിട്ടും? പക്ഷേ സമയം ഒരിക്കലും ഇതൊന്നും മറക്കത്തില്ല. സമയം എപ്പോഴും ഓരോ വ്യക്തിയുടെ മുഖം ഓർമ്മിച്ച് വയ്ക്കും. ഇവിടെ ഒരു വ്യക്തിയുടെ ദുഃഖത്തിൽ നമ്മൾ ചിരിക്കുകയാണ് എങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും ദുഃഖം ക്ഷണിക്കുകയാണ്. വരൂ എൻ്റെ ജീവിതത്തിൽ വരൂ ദുഃഖമേ എന്നുള്ള രീതിയിൽ. ഇത് സമയത്തിൻ്റെ ആ ഒരു രൗദ്ര രൂപമാണ്. ഈ ഒരു രൗദ്ര രൂപം നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ സമയം ഇങ്ങനെ വന്നൊക്കെയാണ്. അതായത് ആരൊക്കെയാണോ നിങ്ങളോട് മോശം ചെയ്തത് അവർക്കെല്ലാം എണ്ണി എണ്ണി ആ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു വലിയ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് എന്തോ വലിയൊരു പെയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്കും അതേ സെയിം സിറ്റുവേഷനിൽ വരേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ അനുഭവിച്ച അതേ പെയിനിൽ അവരും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ഈ വ്യക്തിക്ക് തോന്നുന്നത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് ഇവർ എടുത്തത് എന്നാണ്. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരെടുത്ത തീരുമാനം വളരെ മോശമായി എന്ന്. ഇവിടെ ഇവരെടുത്ത തീരുമാനത്തിൽ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇവർക്ക് ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് തന്നെ പോകേണ്ട അവസ്ഥ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം തന്നെയാണ് അപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഇവരുടെ ലൈഫിനെ ഇവർ തന്നെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനം. ഈ ഒരു തീരുമാനം ഇവരെ ഇത്രമാത്രം വിവശരാക്കും ഇവരുടെ ലൈഫിൽ മുന്നോട്ടുള്ള അവസ്ഥയിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ അന്നെടുത്ത തീരുമാനം വളരെ മോശമായി പോയി എന്ന്. അപ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാവും നിങ്ങളിൽ നിന്ന് ഇവർ എന്തുമാത്രം കാര്യങ്ങളാണ് സ്വന്തമാക്കിയത് എന്ന്.
ചിലപ്പോൾ നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഒരു ജോബ് എന്തോ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേ അവസ്ഥയിൽ അവർ വരുമ്പോൾ മാത്രമല്ലേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ എന്തായാലും എന്താണ് ഇവർ നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത്, അതിൻ്റെ ആ ഒരു നികത്തൽ ഈ ഒരു ജന്മം നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ എന്തോ വലിയൊരു കാര്യമാണ് ഇവർ നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒട്ടും തന്നെ ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഇവർ എന്ത് സാഹചര്യമാണോ ക്രിയേറ്റ് ആക്കിയത്, അതേ സെയിം സാഹചര്യം ഇവർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അതാലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത്. ഇവിടെ ആ വ്യക്തി ഇതാണ്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു സമയം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയും നിങ്ങളെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചെറിയ ഹെൽപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടം ഇവരാൽ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീലായി, ദൈവമേ എന്തിനാണ് ഈ വ്യക്തിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്, എന്തിന് ഈ വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു, അങ്ങനൊരു തോന്നൽ വരെ നിങ്ങൾക്കുണ്ടായി. ഇവർ കാരണം നിങ്ങൾക്ക് വലിയൊരു നഷ്ടമുണ്ടായപ്പോൾ ഈ വ്യക്തിയുടെ പേര് ആരെങ്കിലും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തിയെ കുറിച്ചുള്ള പേരോ ഈ വ്യക്തിയുടെ മുഖമോ എനിക്ക് ഓർമ്മയിൽ വരാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ വ്യക്തി ഒത്തിരി വലിയ പെയിനാണ് നിങ്ങൾക്ക് തന്നത്. ഇവിടെ ഇത്രയും പെയിൻ നിങ്ങൾക്ക് തന്നിട്ട് പോലും ഈ വ്യക്തി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഇവിടെ ഈ വ്യക്തി ഇങ്ങനത്തെ വ്യക്തിയാണ്. എന്ത് തെറ്റ് ചെയ്താൽ ഇവർ പിന്നെ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, ആര് തെറ്റ് ചെയ്തു, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നായിരിക്കും പറയുന്നത്. വളരെ അഹങ്കാരിയായിട്ടുള്ള വ്യക്തിയാണ് ഇത്. ഇവർ എന്ത് മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള അധികാരം ഇവർക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരോടും എന്തും ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പറയും ഇവരുടെ ഭാഗത്താണ് ന്യായമെന്ന്. എല്ലാ തെറ്റും ചെയ്തിട്ട് പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന്. ഒരു വ്യക്തിയുടെ മേൽ എന്തും ചെയ്യാനുള്ള അധികാരം അത് ദൈവത്തിന് മാത്രമാണ്, അല്ലാതെ ഈ ഒരു വ്യക്തിക്കല്ല. ഇവിടെ ഒരു വ്യക്തി ന്യായം ചെയ്യാൻ മറക്കുമ്പോഴാണ് അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഇവിടെ എല്ലാ മഞ്ഞ നിറത്തിലുള്ള വസ്തുവും സ്വർണ്ണമാവത്തില്ല. ഇവർ എന്തോ ഒരു തിളക്കം കണ്ടിട്ട് ആ ഒരു വസ്തു സ്വർണ്ണമാണെന്ന് പറഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പറ്റിയത് തെറ്റായി പോയെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ ഇവരുടെ ആ ഒരു വാശിപ്പുറത്ത് ഇവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ വാശി കാരണം എന്തൊക്കെയാണ് നഷ്ടം വരുത്തിയത് എന്ന്. ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം വരുത്താം എന്നുള്ള ആ ഒരു രീതിയിൽ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും അനുഭവിച്ചിട്ടും ഇവരുടെ ആ ഒരു സ്വഭാവം മാറുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഈ വ്യക്തിയാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ സ്വന്തക്കാരെ പോലും നിങ്ങൾക്കെതിരെ ആക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മറ്റുള്ളവരോട് ഇവർ പറഞ്ഞത്. ഇവിടെ വളരെ മോശം രീതിയിലാണ് ഇവർ നിങ്ങളുടെ ആ ഒരു ബന്ധുവിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതായത് മറ്റുള്ളവർ അറയ്ക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് മോശം രീതിയിലാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ആ നിങ്ങളുടെ ബന്ധുവിനോട് പറഞ്ഞത്. ചില ആൾക്കാർ എപ്പോഴും അവരുടെ ആ ഒരു പവറിൽ കൂടുതലായിട്ട് അഹങ്കരിക്കും. ചില ആൾക്കാർ അവരുടെ പവറിൽ അഹങ്കരിക്കാതെ എത്ര പൈസ ഉണ്ടെങ്കിലും ആ ഒരു പൈസ ഇന്ന് വരും നാളെ പോവും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ഭയങ്കര പവറിൽ അഹങ്കരിക്കുന്ന ആൾക്കാർ. അതേപോലെ ഇവരുടെ ആ ഒരു പവറിൽ ഇവർ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു അഹങ്കാരം ഇവർ അവസാനിപ്പിക്കത്തില്ല. പക്ഷേ കാര്യങ്ങൾ വീക്കിലെത്തുമ്പോഴാണ് ഇവരുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ സരളവും നല്ല ഒരു പരിശുദ്ധമായിട്ടുള്ള വ്യക്തിയുമാണ്. നിങ്ങളോട് ആര് മോശം ചെയ്താലും ഈശ്വരൻ അവരോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല. കാരണം ഇത്രയ്ക്ക് ഒരു കള്ളവും കാപട്യവും ഇല്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. അപ്പോൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ചതിച്ചാൽ ഈശ്വരൻ മിണ്ടാതിരിക്കും? ഒരിക്കലും ഇല്ല. കാരണം സരളമായിട്ടുള്ള വ്യക്തികളുടെ കൂടെ ഈശ്വരൻ സ്വയം ഉണ്ടാകും അവരെ രക്ഷിക്കാൻ വേണ്ടി. ഇവിടെ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ഗോസിപ്പുകൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഇവരുടെ അഹങ്കാരം ഉറപ്പായിട്ടും നശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.